ഹലോ വീട്ടുകാരെ, നോട്ടിസേഷൻ സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഈശോയുടെ വചനം നമ്മുടെ സംസാരിക്കുന്നത് സങ്കീർത്തനം 35 അതിന്റെ 1 വാക്യത്തിലൂടെയാണ്. കർത്താവെ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. അപ്പം ഞാൻ എപ്പോഴും ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ജോലിയുടെ മേഖലയിലും നമ്മൾക്ക് പല മേഖലയിലും നമ്മൾ പോലും അറിയാതെ നമുക്ക് എന്ത് വരും, ചില പാരകൾ വരും, അല്ലെങ്കിൽ ചില നമ്മളെ ചൊറിയുന്ന ചില ആൾക്കാരുണ്ട്. അപ്പം ഇവരോടൊക്കെ നമ്മൾ ഓർക്കും, ഈശോയെ നമ്മൾ എന്ത് ചെയ്തിട്ടാ ഇവരൊക്കെ നമ്മുടെ നേരെ ഇങ്ങനെ വരുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അപ്പം അവരുടെ കുടുംബത്തിനെതിരെ പലരും ചെയ്യുന്ന പല പ്രവർത്തികളും ഒക്കെ അവരിങ്ങനെ പറഞ്ഞപ്പം അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും നിസ്സഹായ അവസ്ഥയിലാണ് അവരുടെ അവസ്ഥ. അപ്പം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുക. നമ്മളല്ല പ്രവർത്തിക്കേണ്ടത്, ഈശോ പ്രതികാരം ചെയ്തോളും. ഈശോ അവരോട് വാദിക്കും, ഈശോ അവരോട് പൊരുതിക്കൊള്ളും. ആ ഒരു ബൈബിൾ വചനം സങ്കീർത്തനം 35 നമ്മളെപ്പോഴും ജോലിക്ക് പോകുമ്പോഴും ഒക്കെ നമ്മൾ എവിടെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അത് വായിച്ചിട്ട് പോയ ഒത്തിരി പവർഫുള്ളായൊരു വചനമാണ്. അപ്പോൾ ഈ വചനം എല്ലാവരും പ്രത്യേകം ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ ശത്രുക്കളോട് എതിരിടാൻ നമ്മളെക്കാളും ശക്തനായ യേശു കൂടെയുള്ളപ്പോൾ നമ്മൾ ഭയപ്പെടുന്ന കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഈശോ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.